വിധമുള്ള സംഭവമാണ് ഇന്ന് സഭക്കകത്ത് അരങ്ങേറിയത്. സാധാരണഗതിയിൽ പ്രതിപക്ഷം ഗൗരവമേറിയ പ്രശ്നങ്ങൾ അടിയന്തര പ്രമേയമായി ഉന്നയിക്കുകയാണ് പതിവ്. ഇന്ന് യാതൊരു നോട്ടീസും നൽകാതെ പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്ന് സഭക്കകത്ത് ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾക്ക് ചില നിലപാടുണ്ടെന്നും അതുകൊണ്ട് ഈ സഭ നടത്തിക്കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുമുള്ള ഒരു പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്തത്. കേട്ടുകേൾവിയില്ലാത്ത വിധമുള്ള നടപടിയാണ് സഭയെ സംബന്ധിച്ചിടത്തോളം ഇത് എന്നെല്ലാവർക്കും അറിയാം. ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്യാൻ കോൺഗ്രസും UDFും തയ്യാറായിരുന്നു എങ്കിൽ തീർച്ചയായും സഭക്കകത്തെ അത് ചർച്ച ചെയ്യാൻ ഭരണപക്ഷം തയ്യാറാകുമായിരുന്നു എന്നതിൽ സംശയമില്ല. കേരളത്തിൽ ഇന്നോളം വന്നിട്ടുള്ള നിയമസഭയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള സഭ ഈ 15ാം കേരള നിയമസഭയാണ്. 17 തവണയാണ് അടിയന്തര പ്രമേയങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇന്ന് ഇത്തരമൊരു വിഷയം യഥാർത്ഥത്തിൽ അവർക്ക് ചർച്ച ചെയ്യണമെന്നുണ്ടായിരുന്നെങ്കിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാമായിരുന്നു. വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാവുകയും ചെയ്യുമായിരുന്നു. തീർച്ചയായും ഇത് സംബന്ധിച്ച് സൃഷ്ടിക്കുന്ന പുകമറ ഇല്ലാതാക്കാൻ കഴിയുന്ന സാഹചര്യം ഈ സഭക്കകത്ത് ഇന്നുണ്ടാകും എന്നറിയുന്നത് കൊണ്ട് തന്നെ അത് ഏതാണ്ട് തങ്ങളുടെ നിലപാടുമായി മുന്നോട്ട് പോകാം എന്ന് നിശ്ചയിച്ചാണ് പ്രതിപക്ഷം ഇന്നത്തെ നിലപാട് സ്വീകരിച്ചത്. ഈ നിലപാട് യഥാർത്ഥത്തിൽ സഭയെ സുഗമമായി നടത്തിക്കൊണ്ടുപോകുന്നതിനുണ്ടാക്കിയ തടസ്സമാണ്. അതിൻ്റെ പേരിൽ ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൽ, സഭാചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധമുണ്ടായിട്ടുള്ള ഈ സംഭവത്തിൽ ശക്തമായി സഭ പിരിഞ്ഞ സന്ദർഭത്തിൽ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.